ചേട്ടാ നിങ്ങളുടെ പേരെന്താ? പേര് ഷാജി. ഷാജി. സ്ഥലം അടിമലത്ര. അടിമലത്ര. അവിടെ എത്ര വർഷമായി വള്ള എഞ്ചിൻ ഇട്ടിട്ട്? വള്ള എഞ്ചിൻ ഇട്ടിട്ട് 3 വർഷമായി. 3 വർഷമായി. ഞങ്ങൾ എഞ്ചിനിൽ ഏത് ഓയിലാട്ടോ ഒഴിക്കണം? എഞ്ചിനിൽ ഓയിൽ ഒഴിക്കുന്നത് എമലൂബിന്റെ ആണ്. എമലൂബിന്റെ എഞ്ചിൻ ഒഴിച്ചപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ എഞ്ചിനെ കുറിച്ചുള്ള അഭിപ്രായം? എമലൂബിന്റെ ഓയിൽ ഒഴിച്ചപ്പോൾ പിന്നെ നമ്മുടെ ചേട്ടച്ചാര് നമ്മുടെ അടുത്ത് പറഞ്ഞത് സാധാരണ 300 10 എണ്ണയ്ക്ക് ഒഴിക്കുന്നത്. അപ്പൊ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓയിൽ എഞ്ചിന് വെള്ളം എടുത്തതിന് ശേഷം 50 ഓയിൽ കൂടുതൽ ഒഴിച്ചു എന്നാണ്. അങ്ങനെ എമലൂബിന്റെ ഓയിൽ 350 വെച്ചിട്ടാണ് 10 ഞാൻ ഒഴിക്കുന്നത്. അപ്പൊ ആ ഒഴിച്ചതിന്റെ ഫലം ഞാൻ മനസ്സിലാക്കിയത് 2 വർഷം കഴിഞ്ഞപ്പോൾ എഞ്ചിന് പിന്നെ ബ്ലോക്കിൽ പണി വന്നപ്പോൾ ഒരു എഞ്ചിന് പൊളിക്കാൻ കൊണ്ട് വിഴിഞ്ഞത്ത് രായപ്പാണന്റെ വർക്ക്ഷോപ്പിലാണ് കൊണ്ടുപോയത്. എഞ്ചിന് പൊളിച്ചത് സിജുവാണ്. അപ്പൊ പുള്ളി എഞ്ചിന് പൊളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഏത് ഓയിൽ ഒഴിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എവലൂബാണ് ഒഴിക്കുന്നത്. എവലൂബിന്റെ ഇത് കാണാൻ ഉണ്ട് എഞ്ചിനിലെ സാധനം പൊളിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ വേറിങ്ങും റാഡും ഒക്കെ ഇങ്ങനെ പൊളിച്ചപ്പോൾ വേറിങ് 3 എണ്ണം പൊളിച്ചിട്ട് അയാൾ പറഞ്ഞ് ഇത് നമുക്കൊന്നും ചെയ്യണ്ട, ഇതിലൊരു കംപ്ലൈന്റ് ഇല്ല, അപ്പൊ ഈ സാധനം ചെയ്യാൻ നമ്മൾ പൂട്ടാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിട്ട് പൂട്ടി. അപ്പൊ പൂട്ടി എല്ലാം സെറ്റായതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞെങ്ങനെയെന്ന് വെച്ചാൽ ഈ എഞ്ചിന് എന്തെങ്കിലും ഒരു സൗണ്ട് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഒന്നും ചെയ്യരുത്, ആ എഞ്ചിൻ ഓടരുത്, ഇവിടെ കൊണ്ടുവരണമെന്നാണ്. അങ്ങനെ ഞാൻ 3 പ്രാവശ്യം ഇതേപോലെ സൗണ്ട് ചെറിയ വ്യത്യാസം കാണിച്ചാൽ 3 പ്രാവശ്യം അവിടെ കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയി അവർ എഞ്ചിന് നോക്കിയപ്പോഴത്തേക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ടേ ഇല്ല, ഒരു പ്രശ്നമില്ല. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയതിൻ്റെ ചിലവ് അത് നമ്മുടേതല്ലേ, അപ്പോൾ നമ്മുടെ സാധനം ആയതുകൊണ്ട് അങ്ങനെ വന്നപ്പോൾ അവർ ഇതിലൊരു കുഴപ്പമില്ല, നിങ്ങൾ ഓടണം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇതുവരെ ഇപ്പം ഇത് എഞ്ചിന് ആ പണിയെ പൊളിച്ചിട്ട് 1 വർഷമായി, ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. നമ്മൾ സുഖമായിട്ട് എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 25 ആണെങ്കിൽ സാധാരണ ആ ഒരു ആളുകളൊക്കെ പറയുന്നുള്ളത് 3 വർഷത്തിൽ ചിലപ്പോൾ പണി വരും എന്നാണ്. അപ്പം ഇത് 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞ് ഇന്ന്, അതായത് ഇന്ന് ഒരു ദിവസമായി, ഇന്ന് 17 ഒരു ദിവസമായി വെള്ളം ഇറക്കിയിട്ട്. 3 വർഷവും 1 ദിവസവും. ഇതുവരെ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇതുവരെ നല്ല സ്മൂത്തായിട്ട് എഞ്ചിൻ പോകുന്നുണ്ട്. നിങ്ങളെ പോലുള്ള വള്ളക്കാർക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്താണെന്നുള്ളത്? വള്ളക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ പല ഓയിലുകൾ ഒഴിക്കുന്ന വള്ളക്കാരുണ്ടാവും. എൻ്റെ കാഴ്ചപ്പാടിൽ എമലൂബ് വെല്ലാൻ വേണ്ടി ഇനിയൊരു ഓയിൽ വരില്ല. പക്ഷെ വില കൂടുതലാണെങ്കിലും നമുക്കതിൻ്റെ ഫലം തരുന്നു ആ എഞ്ചിന്. നമുക്ക് എണ്ണയിലായിരുന്നാലും നമ്മൾ ഒഴിക്കുന്ന അളവിൻ്റെ രീതി പോലെയൊക്കെ ഇരിക്കും. ചില ആളുകൾ ഇത്തിരി പോലെ ഓയിൽ കൊതിക്കുമായിരിക്കും, പക്ഷെ കൊതിച്ചു കഴിഞ്ഞാൽ പണിയുണ്ടാവും. പിന്നെ പുതിയ എഞ്ചിനാകുമ്പോൾ ഇനി എത്രത്തോളം ഓടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ഓടി വരുമ്പോഴേ അറിയാൻ പറ്റും. പക്ഷേ ഈ പൊളിച്ചത് കാരണം, നമുക്ക് പൊളിച്ചതിൻ്റെ ഫലം കണ്ടതുകൊണ്ടാണ് നമ്മൾ ഉറപ്പ് പറയുന്നത് ഈ ഓയിൽ കൊണ്ട് ഗുണമുണ്ട് എന്നുള്ളത്.